ഇന്ന് നമ്മൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അല്പം സാൾട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഒരു പാനിലെണ്ണ വെച്ചിട്ട് നമ്മൾ ചെമ്മീന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ചെമ്മീൻ അതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഈ ഒരു പാനിൽ തന്നെയാണ് കേട്ടോ നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി ആ എണ്ണയിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാം കൂടി ഒന്ന് സോട്ടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മസാലേൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ അതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ ചെമ്മീനിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി. അധികം മസാലകളൊന്നും ഇല്ലാതെ അടിപൊളി ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.